الشيطان الرجيم ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا خالقي رب النبي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا خالقي رب النبي الشفاعة هب لنا في القيامة مشفقا واهلنا الله يا خالقي رب النبي. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ നാട്ടുകാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, എല്ലാം കാണുകയും അറിയുകയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദീനിനെ കുറിച്ചും പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സദുദ്യമത്തെ ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒരു സുദീർഘമായ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഇവിടെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ എന്തിന് ജീവിക്കുന്നു എന്നുള്ള മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളിലേക്ക് ഇട്ടുതരുവാനും, എവിടെയെങ്കിലും നമുക്ക് പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തുവാനും വേണ്ടി അല്പസമയം ചില കാര്യങ്ങൾ നിങ്ങളുടെ സമക്ഷത്തിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ നമുക്കറിയാം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉയരങ്ങളിലേക്കും ഭൂമിയുടെ ആഴിയിലേക്കും സമുദ്രാന്തരങ്ങളിലേക്കുമെല്ലാം മനുഷ്യൻ ഊളിയിട്ടുകൊണ്ടിരിക്കുന്ന, പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓരോ വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും മനുഷ്യൻ കുതിക്കുന്നു, മനുഷ്യൻ വിജയിക്കുന്നു, മനുഷ്യൻ വളരുന്നു, അവൻ പുതിയത് കണ്ടുപിടിക്കുന്നു എന്നിങ്ങനെയുള്ള വിജയത്തിന്റെയും പുരോഗമനത്തിന്റെയും വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തെന്നറിയില്ല, മനുഷ്യൻ എത്ര തന്നെ പുരോഗമിച്ചാലും, മനുഷ്യൻ എത്ര തന്നെ വളർന്നാലും ചിലപ്പോൾ മനുഷ്യർ തകർന്നു എന്ന് കേൾക്കുന്ന ഒരു മേഖലയാണ് വിശ്വാസരംഗം എന്നുള്ളത്. എന്തിന് വിശ്വാസം ചർച്ച ചെയ്യണം? ഈ ലോകത്ത് നമ്മളെല്ലാവരും ജനിച്ചു എന്നുള്ളൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യമാണ് ജനിച്ചവരെല്ലാം മരിക്കും എന്നുള്ളത്. അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനനവും മരണവും എപ്രകാരം സത്യവും യാഥാർത്ഥ്യവുമാണോ, അതിനേക്കാൾ എല്ലാം വലിയ സത്യമാണ്, യാഥാർത്ഥ്യമാണ് മരണശേഷമുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതം താൽക്കാലിക ജീവിതമാണ്. പരലോകത്തുള്ള നമ്മുടെ ജീവിതമാണ് ശാശ്വതമായ ജീവിതം. ആ ജീവിതത്തിൽ സന്തോഷിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം.
ഈ ലോകത്ത് പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കർഷകന്മാർ, അങ്ങനെ പല മേഖലകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആരാണെങ്കിലും ശരി, അധ്യാപകന്റെ ജീവിത ലക്ഷ്യം അധ്യാപനമല്ല. ഒരു ഡോക്ടറുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഡ്യൂട്ടി നിർവഹിക്കലുമല്ല. അതെല്ലാം തന്റെ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഈ ജീവിത കാലഘട്ടത്തിൽ തനിക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാന മാർഗം കണ്ടെത്താൻ വേണ്ടി ചില മാർഗങ്ങൾ മാത്രമാണ്. അതല്ല മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അല്ലാഹു തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരിക്കാനുള്ളവരാണ്. അതിൽ ആണെന്ന പെണ്ണെന്ന വ്യത്യാസമില്ല, വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ല, കുബേര കുചേല വ്യത്യാസമില്ല. എല്ലാവരും മരിക്കാനുള്ളവരാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങളുടെ കർമ്മഫലങ്ങൾ നാളെ ഖിയാമത്ത് നാളിലാണ് നൽകപ്പെടുന്നത്. ആ ദിവസം ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവന് വിജയിച്ചു. ഈ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടത്തെ വിജയമോ സന്തോഷമോ അല്ല. കാരണം ഈ ലോകം നശിക്കാനുള്ളതാണ്. ശാസ്ത്രീയമായി സമർത്ഥിക്കപ്പെട്ട കാര്യമാണ്. ആകാശത്തിനൊരു പരിധിയുണ്ട്, ഭൂമിക്കൊരു പരിധിയുണ്ട്, ചന്ദ്രന്റെ ചലനത്തിന് പരിധിയുണ്ട്, സൂര്യന്റെ ഭ്രമണത്തിനും എല്ലാം പരിധിയുണ്ട്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാം തകർന്നടിയുമെന്ന് ഇത് അല്ലാഹു തആല പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിനൊരു നാശമുണ്ട്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അത്യുദാരനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെയെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ. അവൻ മാത്രമാണ് അവശേഷിക്കുക. ബാക്കിയുള്ള എല്ലാം നശിക്കാനുള്ളതാണ്, എല്ലാം തകരാനുള്ളതാണ്. സഹോദരന്മാരെ, ഇതാണ് യാഥാർത്ഥ്യം എങ്കിൽ, ഈ ലോകത്ത് നമ്മുടെ ജീവിതം ശാശ്വതമല്ല എങ്കിൽ, നമുക്കൊരു മടങ്ങിപ്പോകൽ ഉണ്ട് എങ്കിൽ, ആരുടെ അടുക്കലേക്കാണോ നമ്മൾ മടങ്ങിപ്പോകുന്നത്, ആ റബ്ബിനെ കുറിച്ച്, ആ സൃഷ്ടാവിനെ കുറിച്ച്, ആ നിയന്താവിനെ കുറിച്ച്, ആ പരിപാലകനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതലായി അറിയുകയും ആ റബ്ബിന് വേണ്ടി, ആ റബ്ബിന്റെ മാർഗത്തിൽ, ആ റബ്ബിന്റെ വഴിയിൽ നമ്മുടെ അധ്വാനവും ഉയർപ്പും ഊർജവും ഏറ്റവും കൂടുതലായി നമ്മൾ ചിലവഴിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ എത്ര തന്നെ പുരോഗമനങ്ങളിൽ നിന്ന് പുരോഗമനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വിശ്വാസപരമായ അവൻ തകർച്ചയിലാണ്. മനുഷ്യൻ തന്റെ കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ, തന്റെ കൈകൾ കൊണ്ട് പടച്ചുണ്ടാക്കിയ മഖബറകളാകട്ടെ, അത് മൺകൂനകളാകട്ടെ, മറ്റുള്ള എന്തോ ആകട്ടെ, അവക്ക് മുമ്പിൽ പോയി തന്റെ പ്രശ്നങ്ങൾ പറയുന്ന, തന്റെ പരാതികൾ പറയുന്ന, തന്റെ വേദനകൾ പറയുന്ന, തന്റെ രോഗം പറയുന്ന, തന്റെ പ്രയാസം പറയുന്ന ഒരു അധപ്പതനത്തിന്റെ വഴിയിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനുള്ള കാരണം യഥാർത്ഥ സൃഷ്ടാവിനെ മനുഷ്യൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. സൃഷ്ടാവിനെ മനസ്സിലാക്കേണ്ടത് സൃഷ്ടി വൈഭവങ്ങളിലൂടെയാണ്, ഈ പ്രപഞ്ചത്തിലൂടെയാണ്, ഈ പ്രപഞ്ചത്തിന് സംവിധാനങ്ങളിലൂടെയാണ്. എന്തിനേറെ, നമ്മൾ നമ്മുടെ ശരീരം മാത്രം എടുത്താൽ മതി. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കിഡ്നികൾ, നമ്മുടെ മറ്റു ശരീരത്തിന്റെ പ്രവർത്തന അവയവങ്ങൾ അതെല്ലാം കൃത്യമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ പോയി നമ്മൾ അഡ്മിറ്റായി അവിടെ ഡോക്ടറുടെ പരിശോധനയുടെ ലിസ്റ്റ് വരുമ്പോഴാണ് ഇന്നത് കുറവുണ്ട്, സോഡിയം കുറവുണ്ട്, ക്രിയാറ്റിൻ കുറവുണ്ട്, അതിൽ ഇന്നെങ്കിൽ ഇന്നത് കൂടുതലാണ് എന്നുള്ള കണക്കുകൾ വരുമ്പോഴാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശരീരത്തിനകത്ത് ആവശ്യമാണ് എന്നും അതെല്ലാം അവിടെ ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആരും അത് വാങ്ങിവെച്ചതല്ല. അപ്പോൾ ഇതെല്ലാം സംവിധാനിച്ച, ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിലേക്ക് മനുഷ്യൻ അടുക്കണം.
ആ സൃഷ്ടാവിനെ മനുഷ്യൻ അറിയണം. ആ സൃഷ്ടാവിന്റെ മുമ്പിൽ മനുഷ്യന് വഴങ്ങണം. അവന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യണം. അവന്റെ മുമ്പിൽ മാത്രം നന്ദി കാണിക്കണം. കാരണം അവനാണ് എല്ലാം നൽകുന്നവൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്കറിയാമല്ലോ. നമ്മൾ കഴിച്ച ഏതെങ്കിലും ഒരു ഭക്ഷണം അത് ദഹിക്കാതെ വയറിനകത്ത് കിടന്നാൽ അതിന്റെ ഭാഗമായി നമ്മൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ എത്രമാത്രമാണ്. അത് ഗ്യാസായി വന്ന് മറ്റു പ്രയാസങ്ങൾ ഉണ്ടാക്കി ചിലപ്പോൾ നമ്മൾ ഛർദ്ദിക്കുക പോലും ചെയ്യാറുണ്ട്. അടുത്ത ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാൻ പോലും കഴിയുന്നില്ല. എന്തേ? കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ കാര്യങ്ങളും കൃത്യമായി സംവിധാനിക്കുകയും നമ്മൾ അറിയാതെ ഓരോ ഭക്ഷണങ്ങൾ കഴിക്കുന്നതെല്ലാം തന്നെ കൃത്യമായി ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടാവായ അല്ലാഹു അല്ലെ. നമ്മൾ ആഹാര തന്മാത്രകൾ സ്വീകരിക്കുകയാണ്. അവ വിഘടിച്ചുകൊണ്ട് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതിൽ നിന്നാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിൽ അധികമുള്ളതിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അതിനെ കരളിൽ സംഭരിച്ചു വെക്കുന്നു. ആവശ്യമുള്ളതിനെ രക്തമാക്കി മാറ്റുന്നു. അങ്ങനെ ശരീരത്തിനകത്ത് നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇതെല്ലാം താനെ സംഭവിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം വെറുതെ ഉണ്ടാകുന്നതാണ്. അത് സംവിധാനിക്കുന്ന ഒരുത്തനില്ല, അത് നിയന്ത്രിക്കുന്ന ഒരുത്തനില്ല. ആകാശം താനെ ഉണ്ടായതാണ്, ഭൂമി താനെ ഉണ്ടായതാണ്, സൂര്യൻ താനെ ഉണ്ടായതാണ്, അത് താനെ ചലിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ പല മേഖലകളിലും പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിലും ചില മേഖലകളിൽ, പ്രത്യേകിച്ചും വിശ്വാസ മേഖലകളിൽ മനുഷ്യത അവൻ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ, അല്ലാഹുവിനെ, നിയന്താവിനെ, രക്ഷിതാവിനെ അവൻ അറിഞ്ഞില്ല. മനുഷ്യന്റെ പരാജയത്തിന്റെ മൂല കാരണവും അതുതന്നെയാണ്. സഹോദരന്മാരെ, നമ്മൾ ഏത് അറിവും നേടുന്നതിന് മുമ്പ്, ഏത് അറിവും നേടുമ്പോൾ അതിന് പ്രാധാന്യമുണ്ടല്ലോ. അതിനേക്കാൾ എല്ലാം പ്രാധാന്യം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയുന്ന വിഷയത്തിലാണ്. കാരണം ആ റബ്ബ് ആരാണെന്ന് അറിയണം. അവന്റെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കണം. അവന്റെ ഖുദ്റത്തുകളെ കുറിച്ച് അറിയണം. അപ്പോഴാണ് ആ റബ്ബിന്റെ കഴിവ് മനസ്സിലാക്കി ആ റബ്ബിന്റെ മുമ്പിൽ വിനയാന്യതനായി ജീവിക്കേണ്ടവനാണ് ഞാൻ എന്ന് മനുഷ്യൻ തിരിച്ചറിയുകയുള്ളൂ. ഞാനിവിടെ അഹങ്കരിക്കേണ്ടവനല്ല, ഞാനിവിടെ കുഴപ്പമുണ്ടാക്കേണ്ടവനല്ല. കാരണം എന്താ? ഞാൻ ദുർബലനായ, രണ്ടുകാലിൽ നടക്കുന്ന നിസ്സാരനായ മനുഷ്യനാണ്. ഇവിടെ ആകാശമുണ്ട്, ഇവിടെ ഭൂമിയുണ്ട്, അവയെല്ലാം വലിയ സൃഷ്ടികളാണ്. അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ടല്ലോ, അൻതും അശദ്ദു ഖൽഖാ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവാഹാ വഅഗ്തശ ലൈലഹാ വഅഖറജ ദുഹാഹാ വൽ അർള ബഅദ ദാലിക ദഹാഹാ അഖറജ മിൻഹാ മാഅഹാ വമർആഹാ വൽ ജിബാല അർസാഹാ മതഅൻ ലക്കും വലിഅൻആമിക്കും. ആകാശം, ഉയർന്നു നിൽക്കുന്ന ആകാശം, ഭൂമി, വിശാലമായ ഭൂമി, ആകാശത്തിനിറങ്ങുന്ന വെള്ളം, ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പലതും. മനുഷ്യരെ, ഇതെല്ലാം നിന്നെക്കാൾ വലുതാണ്, നിന്റെ സൃഷ്ടിപ്പിനേക്കാൾ വലുതാണ്. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കണം, ഇതെല്ലാം സൃഷ്ടിച്ച റബ്ബ്, അവനെ കുറിച്ചാണ് ഏറ്റവും വലിയവൻ, അവനാണ് അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ, അവനേക്കാൾ വലിയവനില്ല എന്ന വിശ്വാസം മനുഷ്യൻ നേടിയെടുക്കുമ്പോ അഹങ്കാരമില്ലാത്ത, പൊങ്ങച്ചം കാണിക്കാത്ത, ധിക്കാരം കാണിക്കാത്ത ഒരു നല്ല മനുഷ്യനായി ഈ ലോകത്ത് അവന് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് മറ്റൊരുത്തരും സമാധാനം ലഭിക്കുക. അഹങ്കാരികളും പൊങ്ങച്ചക്കാരും താന്തോന്നികളും തമ്മാടികളും വർദ്ധിച്ചു വരുമ്പോഴാണ് ദുർബലരായ ആളുകൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയാതെ വരുന്നത്. അപ്പൊ എല്ലാവർക്കും സമാധാനം വേണം, എല്ലാവർക്കും സന്തോഷം വേണം. അതിനെന്ത് വേണം? ഞാനൊരു റബ്ബിന്റെ അടിമയാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കണം. അതിനാദ്യം വേണ്ടത് ആ സൃഷ്ടാവിനെ അറിയലാണ്. ആ സൃഷ്ടാവ് കാരുണ്യവാനാണ്. എന്റെ കൈകാലുകൾ ഞാൻ ചോദിച്ചു തന്നതല്ല, എന്റെ കണ്ണും കാതും നാവും ഞാൻ ചോദിച്ചു തന്നതല്ല. എല്ലാം എന്റെ ജനനത്തിന് മുമ്പ് എനിക്ക് വേണ്ടി സംവിധാനിച്ച് അതെല്ലാം ഒരുക്കിയ ശേഷമാണ് ഈ ഭൂമി ലോകത്തേക്ക് എന്നെ പറഞ്ഞയക്കുന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് വായുവുണ്ട്, എനിക്ക് വെള്ളമുണ്ട്, എനിക്ക് ആവശ്യമായ ആകാശലോകമുണ്ട്, എനിക്ക് ആവശ്യമായ തൊട്ടിലായി ഭൂമിയുണ്ട്. ആര് സംവിധാനിച്ചു? ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്നു. ഞാൻ അറിയണം ആ സൃഷ്ടാവിനെ. അവൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. ആ സൃഷ്ടാവ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഈ ഭൂമിയിലൂടെ നടന്ന്, ആകാശത്തിന് ചുവട്ടിലൂടെ നടന്ന് അതിന്റെ എല്ലാം സൃഷ്ടാവായ റബ്ബ് ഇല്ല എന്ന് പറയുമ്പോൾ അവനേക്കാൾ വലിയ അഹങ്കാരി ലോകത്ത് വേറെയില്ല, അവനേക്കാൾ വലിയ നന്ദി കെട്ടവൻ വേറെയില്ല. അല്ല ഇറക്കുന്ന മഴ അല്ലാഹുവിന്റെ ചോദ്യമല്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ മഴ ഇറക്കുന്നത്, അതോ നമ്മളാണോ മഴ ഇറക്കുന്നത്?
ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയാണ് ഈ ഭൂമി ലോകത്ത്. എന്തെല്ലാം വ്യത്യസ്ത രുചികളിൽ, വ്യത്യസ്ത വലിപ്പങ്ങളിൽ, വ്യത്യസ്ത മധുരങ്ങളിൽ, ആപ്പിളായും ഓറഞ്ചായും പൈനാപ്പിളായും തണ്ണിമത്തങ്ങയായും പലതും നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ? നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ അതോ നമ്മൾ ഉണ്ടാക്കുന്നതാണോ? അപ്പൊ വെള്ളമായും ഭക്ഷണമായും ഈ ലോകത്ത് എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്തു തന്നവൻ ആ റബ്ബാണ് എങ്കിൽ ആ റബ്ബിനെ നിഷേധിക്കാതെ, അവനെ തള്ളിക്കളയാതെ, അവനെ എതിർക്കാതെ, അവനെ ചീത്ത പറയാതെ ആ റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ട് ആ റബ്ബ് എന്നോട് എന്തൊരു കാര്യം കൽപ്പിക്കുന്നുവോ അത് സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് അടിമയായി ജീവിക്കാണ്ട് നല്ല മനുഷ്യരായിരിക്കണം ഞാൻ എന്ന ചിന്ത അത് വരുന്നത് ഈ റബ്ബിനെ അറിയുമ്പോഴാണ്. പാപങ്ങൾ ചെയ്തു പോകുന്ന മനുഷ്യൻ, തിന്മകൾ ചെയ്തു പോകുന്ന മനുഷ്യൻ, അവന്റെ മനസ്സിന്റെ താല്പര്യങ്ങൾ ചിലപ്പോൾ അത് അതിക്രമിച്ചു വന്നു എന്നിരിക്കാം. ഇച്ഛ മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചു എന്ന് വരാം. ജീവിതത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മനുഷ്യനെ തെറ്റിലേക്ക് നയിച്ചു എന്ന് വരാം. പൈശാചികമായ പ്രേരണകൾ മനുഷ്യനെ തെറ്റിലേക്ക് നയിച്ചു എന്ന് വരാം. അങ്ങനെ ചെറിയ തെറ്റുകളും വലിയ തെറ്റുകളും ആവർത്തിച്ചു തെറ്റുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. ഞാൻ തെറ്റു ചെയ്തവനാണ്, ഞാൻ പാപം ചെയ്തവനാണ്, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റു ചെയ്തില്ലേ, ഇനി എന്റെ ജീവിതം കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇനിയും വീണ്ടും തെറ്റിലൂടെ നീങ്ങട്ടെ എന്നല്ല മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അവൻ അറിയുക തന്റെ സൃഷ്ടാവിനെ. എന്തേ കാരണം? ഇന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ പൊറുക്കുന്നവനാണ്. അത് അല്ലാഹ് പറഞ്ഞു തന്നു. അല്ലാഹ് ആ പൊറുക്കുന്നവനാണ് എന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുണ്ട്? തൗബ ചെയ്യുന്നവന് എല്ലാം പുറത്തു കൊടുക്കുന്നവനാണ് ഞാൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അവൻ ആരാണ്? അവൻ ഗഫൂറാണ്, അവൻ ഗഫാറാണ്, ഗാഫിറുദ് ദംബി ഖാബിലുത് തൗബ്, പാപം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവൻ. ഇത് റബ്ബിനെ കുറിച്ച് പറയുമ്പോ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, തെറ്റ് ചെയ്ത് ആ തെറ്റിൽ നിന്ന് പിന്മാറി തൗബ ചെയ്ത് റബ്ബിന്റെ വഴിയിലൂടെ മടങ്ങുന്നവനെ റബ്ബ് ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ ഞാൻ റബ്ബിന്റെ ഇഷ്ടദാസനായി മാറണമെങ്കിൽ എന്റെ മുമ്പിൽ തൗബ എന്ന് പറയുന്ന അവസരമുണ്ട്. അത് മനസ്സിലാക്കി വീണ്ടും നന്മയുടെ വഴിയിലേക്ക് വരാൻ മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടത് അല്ലാഹുവിനെ അറിയുക എന്നുള്ള തത്വത്തിലൂടെയാണ്. പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ ജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ, മനുഷ്യന്റെ ജീവിതം നന്മയിൽ നിറഞ്ഞതാകണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായി വേണ്ടത് ആ റബ്ബിനെ അറിയൽ തന്നെയാണ്. സഹോദരന്മാരെ, ഇവിടെ പലരും അല്ലാഹുവിനെ നിഷേധിക്കുന്നുണ്ടെങ്കിലും, അല്ലാഹുവിനെ എതിർക്കുന്നുണ്ടെങ്കിലും, അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അല്ലാഹു തആല നമ്മോട് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തിനാണെന്നറിയോ? റബ്ബിനെ നിഷേധിക്കാതിരിക്കാൻ. ഒരാൾ റബ്ബ് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് റബ്ബിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവന്റെ മരണാനന്തര ജീവിതമാണ് നശിക്കാൻ പോകുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടി റഹീമായ, വദൂദായ, റഹ്മാനായ റബ്ബ് വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുകയാണ്. മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനുഷ്യരെ നിങ്ങൾ അറിയുന്നില്ലേ? മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹു തആലയുടെ ചോദ്യമാണ്, അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാർ, നിങ്ങൾ കാണുന്നില്ലേ അല്ലാഹു തആല രാത്രിയെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നു, വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, പകലിനെ രാത്രിയിലേക്കും പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ രാവും പകലും മാറി മാറി വരുന്നത് അത് പ്രകൃതിയുടെ വികൃതിയല്ല, തനിയെ സംഭവിക്കുന്ന കാര്യങ്ങളുമല്ല. അതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. അത് മാറി മാറി വരുന്നത് ഒരു രക്ഷിതാവിന്റെ സംവിധാനമാണ്. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ, എല്ലാം ഒരു നിശ്ചിത സമയം വരെ നീങ്ങുകയാണ്. വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആ റബ്ബ് അറിയുന്നവനാണ്. അപ്പോൾ ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ, അത് മാത്രമല്ല രാവും പകലും ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നവൻ, അത് റബ്ബിന്റെ പ്രവർത്തനമാണ്, തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇത് എന്തിനാ അല്ലാഹ് പറയുന്നറിയോ? ഇങ്ങനെ സംഗതി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമല്ല, നേരെ മറിച്ച് ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, ആ അള്ളയാണ് ഹക്ക്, അവനാണ് സത്യമായിട്ടുള്ളവൻ, അവനാണ് യഥാർത്ഥ ആരാധ്യൻ. ആ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും ആരോട് ദുആ ചെയ്താലും അതെല്ലാം ബാത്തിലുകളാണ്, അതെല്ലാം പൊള്ളകളാണ്. അത് മരിച്ചവരോടാണെങ്കിലും ശരി, മൺകൂനകളോടാണെങ്കിലും ശരി, കെട്ടിപ്പൊക്കപ്പെട്ട മഖബറുകളോടാണെങ്കിലും ശരി, മരങ്ങളോടാണെങ്കിലും ശരി, മൃഗങ്ങളോടാണെങ്കിലും ശരി, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയെല്ലാം അത് നിഷ്ഫലമാണ്.
വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അല്ലാഹു തആല ഏറ്റവും ഉന്നതനാണ്, അവൻ ഏറ്റവും വലിയവനാണ്. ഇനി ആ റബ്ബ് ചോദിക്കുകയാണ്, അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹർ, കടലിലൂടെ കപ്പൽ പോകുന്നത് കണ്ടിട്ടില്ലേ? ബിനിഅമത്തില്ലാ, അത് റബ്ബിന്റെ അനുഗ്രഹമാണ്. ആണി പോലും വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകുന്ന അവസരത്തിലാണ് പടുകൂറ്റൻ കപ്പലുകൾ കടലിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാ താഴ്ന്നു പോകാത്തത്? നമ്മുടെ ആരുടെയും കഴിവല്ല. റബ്ബ് പറയുന്നുണ്ട് സൂറത്ത് യാസീനിലൂടെ, നാമാണ് നിങ്ങളെ താങ്ങി നിർത്തുന്നവൻ, നാമാണ് നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നവൻ. അതെല്ലാം റബ്ബിന്റെ നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ, ക്ഷമിക്കുന്നവർക്കും നന്ദി കാണിക്കുന്നവർക്കും അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. ഇത് സൂറത്ത് ലുഖ്മാനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. സൂറത്ത് ഫാത്തിറിലെ 13-14 വചനങ്ങൾ, യൂലിജുൽ ലൈല ഫിൻ നഹാർ, രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നവനാണവൻ. വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നവനാണവൻ. വസഖറ ശംസ വൽ ഖമർ, ആയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അതേ വിഷയം പറയാണ്. എന്നിട്ട് പറയുന്നു, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് റബ്ബ്. ലഹുൽ മുൽക്കു, അവനാണ് അധികാരം, അവനാണ് നിയന്ത്രണം. സൂര്യന്റെ നിയന്ത്രണം ഒരാൾക്ക് കൊടുത്തിട്ടില്ല, ചന്ദ്രന്റെ നിയന്ത്രണം ഒരാൾക്ക് കൊടുത്തിട്ടില്ല, ഭൂമിയുടെയോ കടലിന്റെയോ ആകാശത്തിന്റെയോ നിയന്ത്രണം ഒരാൾക്കും കൊടുത്തിട്ടില്ല. അവനാണ് മാലിക്കുൽ മുൽക്ക്, അവനാണ് മുദബ്ബിറുൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ. ഇത് എന്തിനാ അല്ലാഹ് പറഞ്ഞു തരുന്നത്? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, ആ റബ്ബിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും മാ യംലികൂന മിൻ ഖുത്മീർ, ഈ തപ്പനക്കുരുവിന്റെ പാട പോലും അവരാരും ഇടപെടുത്തുന്നില്ല. അത് എത്ര വലിയ ഔലിയാക്കന്മാരാകട്ടെ, എത്ര വലിയ മശായിഖന്മാരാകട്ടെ, എത്ര വലിയ ആളുകളാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ആരാണെങ്കിലും ശരി, അവരാരും ഒന്നും ഇടപെടുത്തുന്നവരല്ല. അല്ലാഹുവാണ് എല്ലാം ഇടപെടുത്തുന്നവൻ. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, അല്ലാഹു അല്ലാത്ത, റബ്ബല്ലാത്ത ഈ ലോകത്ത് ഏതൊരു സൃഷ്ടിയോടും, ഏതൊരു വ്യക്തിയോടും, ഏതൊരു വസ്തുവിനോടും നിങ്ങൾ ദുആ ചെയ്താൽ അവരാരും ആ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, പ്രാർത്ഥന കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ പോലും ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവർ പറയും, നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ അതിനെയെല്ലാം നിഷേധിക്കുന്നതാണ്. റബ്ബ് തന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ്, തന്റെ മുൽക്കിയത്തിനെ കുറിച്ച് പറഞ്ഞ്, തന്റെ നിയന്ത്രണത്തെ കുറിച്ച് പറഞ്ഞ്, അവസാനം മനുഷ്യ മനസ്സുകളെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ്? ആ റബ്ബിനുള്ള ആരാധനയിലേക്കാണ്. അതുകൊണ്ട് ആരാധനയുടെ എന്തെല്ലാം മേഖലകളുണ്ടോ, പ്രാർത്ഥനയാകട്ടെ, സാഷ്ടാംഗമാകട്ടെ, നേർച്ചകളാകട്ടെ, വഴിപാടുകളാകട്ടെ, വരമേൽപ്പിക്കലാകട്ടെ, വിശ്വസിക്കലാകട്ടെ, അതെല്ലാം റബ്ബിനോട് മാത്രം, അതെല്ലാം റബ്ബിന്റെ മുമ്പിൽ മാത്രം. കാരണം അവനാണ് എല്ലാം കാണുന്നവൻ, അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാം സൃഷ്ടിച്ചവൻ. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ നഫ്സിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും അവൻ സൃഷ്ടിച്ചു. തുമ്മ ജഅല മിൻഹാ സൗജഹാ, എന്നിട്ട് അതിൽ നിന്ന് അവൻ അതിന്റെ ഇണയെ ഉണ്ടാക്കി. വഅൻസല ലക്കും മിനൽ അൻആമി സമാനിയത അസ്വാജ്, അല്ലാഹു തആല നിങ്ങൾക്ക് 8ഓളം മൃഗങ്ങളുടെ ഇണകളെ ഉണ്ടാക്കി തന്നു. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസ്, 3 ഇരുട്ടറകൾക്കുള്ളിലായി, വയറിന്റെ ഉൾഭാഗത്ത്, ഗർഭാശയത്തിന്റെ ഉൾഭാഗത്ത്, അങ്ങനെ 3 ഇരുട്ടുകൾക്കുള്ളിലായി ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പായിക്കൊണ്ട് നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ അല്ലാഹു നിങ്ങൾക്കിതാ പൂർണ്ണമായ സൃഷ്ടിപ്പ് നൽകുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് നിങ്ങളുടെ റബ്ബ്. മരങ്ങളല്ല, ഏതെങ്കിലും കല്ലുകളല്ല, കെട്ടിപ്പൊക്കപ്പെട്ട ജാറങ്ങളോ അവിടെ മറമാടപ്പെട്ടു പോയ ആളുകളോ അല്ല. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, പക്ഷെ ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടി പറയുകയാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭൂമിയുണ്ട്, ഈ ഭൂമിയിൽ ശ്വസിക്കാനുള്ള വായുവുണ്ട്. നമ്മുടെ ഉമ്മയും മാപ്പയും ഇവിടെ ജനിക്കുമ്പോൾ എല്ലാം ഇവിടെയുണ്ട്. നമ്മൾ ഇന്ന് പലരെയും സഹായത്തിനായി മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ജനിക്കുന്നതിന് മുമ്പും ഈ ലോകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ അവർ ആരോട് പ്രാർത്ഥിച്ചോ, അവർ ആരിൽ വരമേൽപ്പിച്ചുവോ, അവർ ആരോട് തേടിയോ, അവർ ആരുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തോ, അവർ ആരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ നേർന്നോ, അതാണ് യഥാർത്ഥമായ സൃഷ്ടാവ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ യഥാർത്ഥമായ റബ്ബ്. ആ റബ്ബിനോടാകട്ടെ മനുഷ്യ നിന്റെ പ്രാർത്ഥന, ആ റബ്ബിനോടാകട്ടെ നിങ്ങളുടെ ദുആ. അല്ലാഹു തആല അതാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദാലികുമുല്ലാഹു റബ്ബുക്കും,
ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ആദ്യമായി ചൊല്ലേണ്ടുന്ന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല. അത് എന്തുകൊണ്ടാ പറയിപ്പിക്കുന്നത്? ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാ നിങ്ങളുടെ റബ്ബ്. എന്തേ കാരണം? അവനാണ് ആകാശങ്ങളും ഭൂമിയും രാത്രിയും പകലും എല്ലാം നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നവൻ. അള്ളാഹുവാണ് നിങ്ങൾക്ക് രാത്രിയെ സംവിധാനിച്ചവൻ, നിങ്ങൾ ശാന്തി അടയാൻ വേണ്ടി. ശാന്തി അടയാൻ എന്ന് അള്ളാഹ് പ്രയോഗിച്ച രണ്ട് സ്ഥലങ്ങളില്ല. ഒന്ന് രാത്രി പറഞ്ഞിടത്ത്, ഒന്ന് ഭാര്യയെ കുറിച്ച് പറഞ്ഞിടത്ത്. എന്ന് രാത്രിയെ കുറിച്ചും എന്ന് ഭാര്യയെ കുറിച്ചും പറഞ്ഞു. മനുഷ്യന് സമാധാനം കിട്ടണം, ആശ്വാസത്തോടു കൂടി കിടക്കണം, ശബ്ദങ്ങളില്ലാത്ത ബഹളങ്ങളില്ലാത്ത ശാന്തസുന്ദരമായ അന്തരീക്ഷം അത് പകലിൽ കിട്ടുകയില്ല. ഇനി രാത്രിയിൽ ഉറങ്ങേണ്ട ഒരു മനുഷ്യനും മണിക്കൂറുകൾ ഉറങ്ങാതെ കിടന്നാൽ അതിന് പകരമായി ഇരട്ടി ഇരട്ടി മണിക്കൂറുകൾ പകലിൽ കിടന്നുറങ്ങിയാലും രാത്രിയുടെ ഉറക്കത്തിന്റെ ആശ്വാസം ഒരിക്കലും പകലിൽ കിട്ടുകയില്ല. അത് വെറുതെയുള്ള വിഷയമല്ല, അത് റബ്ബിന്റെ സംവിധാനമാണ്. പകലിനെ അവൻ നിങ്ങൾക്ക് കാണുന്നതാക്കി ഉൾക്കാഴ്ചയുള്ളതാക്കി തന്നു. ഇത് നമ്മൾ ചോദിച്ചതല്ല. എനിക്ക് രാത്രി വേണം, കുറച്ച് പകല് വേണം, നമ്മൾ ആരും പറഞ്ഞതല്ല. ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ്. പക്ഷേ അധികം ആളുകളും ആ റബ്ബിന് നന്ദി കാണിക്കുന്നില്ല. ആ റബ്ബിനോട് പ്രാർത്ഥിക്കാത്തവരാണ്, ആ റബ്ബിനെ അംഗീകരിക്കാത്തവരാണ്, ആ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാത്തവരാണ്. പലരും ആ റബ്ബിനെ നിഷേധിക്കുന്നവരാണ്, തെറ്റായ വഴികളിലൂടെ നീങ്ങുന്നവരാണ്. അധികം ആളുകളും ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടും അവർ നന്ദി കാണിക്കുന്നില്ല. അവിടെയും റബ്ബ് പറയാണ്, ഇതാണ് നിങ്ങളുടെ റബ്ബ്. അവൻ എല്ലാറ്റിന്റെയും സൃഷ്ടാവാണ്. അവനല്ലാതെ ആരാധ്യനില്ല. പിന്നെ എങ്ങനെയാ മനുഷ്യരെ നിങ്ങൾ തെറ്റിപ്പോകുന്നത്? ഭൂമിയിലൂടെ നടന്നിട്ട് ഭൂമിയെ സൃഷ്ടിച്ച റബ്ബില്ല എന്ന് പറയാ. ആ റബ്ബിന്റെ നിർദ്ദേശങ്ങളെ പരിഹസിക്കുക, ഇസ്ലാമിന്റെ പേരിട്ടുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെയും ഇസ്ലാമിന്റെ തത്വങ്ങളെയും ചോദ്യം ചെയ്യുന്ന, പരിഹസിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് പ്രവർത്തകന്മാരെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. റബ്ബ് പറയാ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെ ഒരു റബ്ബുണ്ട്. ആ റബ്ബാണ് നിങ്ങളുടെ യഥാർത്ഥമായ സൃഷ്ടാവ്, അവനല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറാ, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ ഉറപ്പിച്ചു തന്നവൻ. അല്ലെ, ചലിക്കുന്ന ഭൂമിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറങ്ങുന്ന ഭൂമിയാണ്. പക്ഷേ നമ്മുടെ കെട്ടിടങ്ങള്, നമ്മുടെ സ്ഥാപനങ്ങള്, നമ്മുടെ വീടുകള് ഒന്നും മറിഞ്ഞു വീഴാറില്ല. മനുഷ്യന് വേണ്ടി സംവിധാനിച്ചു. ആര്? തന്നെ ഉണ്ടായതല്ല. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറാ, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ ഉറപ്പിച്ചു തന്നവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ എടുപ്പാക്കി തന്നവൻ. വസവ്വറക്കും, നിങ്ങളെ രൂപപ്പെടുത്തി. ഫഅഹ്സന സുവറക്കും, ഏറ്റവും നല്ല രൂപം അവൻ നിങ്ങൾക്ക് തന്നു. വറസഖകും മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും നല്ല ഭക്ഷണം പഴവർഗ്ഗങ്ങളായി മറ്റു പലതായി ഭൂമി ലോകത്ത് നിങ്ങൾക്ക് അവൻ തന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അതെ അവനാണ് നിങ്ങളുടെ റബ്ബ്. ആ ഒരു റബ്ബുണ്ട്. എനിക്ക് ഭക്ഷണം തരുന്നവൻ, എനിക്ക് പണം തരുന്നവൻ, എനിക്ക് വെള്ളം തരുന്നവൻ, എനിക്ക് എല്ലാം ചെയ്തു തന്നവൻ. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനായ അല്ലാഹു എത്രത്തോളം അനുഗ്രഹീതനാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. ഞങ്ങൾക്കും ഈ ലോകത്തോട് അതാണ് പറയാനുള്ളത്. നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്. അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ, മുസ്ലിമെന്നോ ക്രൈസ്തവനെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങളോടും സ്നേഹത്തിന്റെ ഭാഷയിലാണ് പറയുന്നത്, നമ്മളെ സൃഷ്ടിച്ചത്, ഇനി നമ്മളെ മരിപ്പിക്കുന്നത് അതെല്ലാം ഒരു ദൈവമാണ് എങ്കിൽ ആ ദൈവം അല്ലാഹുവാണ്. ഇനി അതാ നമ്മൾ മരിച്ച ശേഷം വീണ്ടും നമ്മൾ ജനിക്കും, നമ്മളെ കൊണ്ടുവരും. നമ്മളോട് ചോദ്യങ്ങളുണ്ട്, അത് റബ്ബിന്റെ ചോദ്യമാണ്. ഹുവൽ ഹയ്യു, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല. ആകാശത്തിന്റെ സൃഷ്ടിപ്പും അതിന്റെ പ്രവർത്തനങ്ങളും നക്ഷത്രങ്ങളുടെ സൃഷ്ടിപ്പും അതിന്റെ സഞ്ചാരങ്ങളും ആ ഖുർആനിൽ ഇങ്ങനെ വിശദീകരിക്കുന്നത് ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ റബ്ബല്ലാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും തേടാനും തവക്കുൽ ചെയ്യാനും സുജൂദ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാനും പ്രാർത്ഥനയും ആരാധനയുമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പറയാനും ആ റബ്ബല്ലാതെ മറ്റൊരാളും നിങ്ങൾക്ക് അനുവദനീയമല്ല എന്ന തത്വം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം റബ്ബുണ്ടാക്കിയതാണ് എന്ന റബ്ബ് പറയുന്നത്. അതുകൊണ്ട് ആ റബ്ബിനെ നമ്മൾ അറിയണം. അത്
ആദ്യം നമ്മൾ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ് ഫദ്ഉഹു, അവനോട് നിങ്ങൾ ദുആ ചെയ്യണം, ആ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആ റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിയോട്, അത് എത്ര വലിയ ആളുകളാണെങ്കിലും ശരി, അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ലോകത്തേക്ക് നിയോഗിച്ച ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരാരും തന്നെ ഇതാ ഞങ്ങളോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ വചനമാണ്. മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻ, അള്ളാഹുവിൽ നിന്നുള്ള ജീവൻ അല്ലാഹ് ഇട്ടുകൊടുത്ത വചനമാണ്. കുൻ, ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം നമ്മൾ വിശ്വസിക്കുന്ന പ്രവാചകനാണ്. ആ ഈസാ നബിയിൽ ഒരാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവന്റെ ഈമാൻ, വിശ്വാസം പരിപൂർണമല്ല. ആ ഈസാ നബി പഠിപ്പിച്ച കാര്യം എന്താണ്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂഹു ഹദാ സിറാത്തും മുസ്തഖീം, അല്ലാഹുവാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ്, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, അതാണ് ചൊവ്വായ പാത. എന്നെ ആരാധിക്കണമെന്നോ, എന്റെ പേരിൽ നേർച്ച നേരണമെന്നോ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്നോ, എന്റെ ഉമ്മയുടെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്നോ ഈസാ നബി പഠിപ്പിച്ചിട്ടില്ല. ഈസാ നബി എന്നല്ല ഇബ്രാഹിം നബി പഠിപ്പിച്ചിട്ടില്ല, മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല. ലോകത്ത് കഴിഞ്ഞുപോയ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ച, തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച, അല്ലാഹു നിയോഗിച്ച ഒരു പ്രവാചകന്മാരും നിങ്ങൾ ഞങ്ങളെ ആരാധിക്കണമെന്നോ, ഞങ്ങളെ പോലെയുള്ള മഹാത്മാക്കളോട് തേടണമെന്നോ, ഞങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കി, ഞങ്ങളുടെ ഖബറുകൾ ഉണ്ടാക്കി, അതെല്ലാം കെട്ടിപ്പൊക്കി അവിടെ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്നോ, അവിടെ നേർച്ചകൾ നേരണമെന്നോ കഴിഞ്ഞുപോയ ഒരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല. ഈസാ നബിയും മൂസാ നബിയും ഉസൈർ നബിയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാവരും പഠിപ്പിച്ചത് ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂ ഹദാ സിറാത്തും മുസ്തഖീം, റബ്ബാണ് നിങ്ങളുടെ ആരാധ്യൻ, അവനെ നിങ്ങൾ ആരാധിക്കണം, അതാണ് യഥാർത്ഥ പാത എന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും അല്ലാഹുവിനാണ്. എനിക്ക് ഉണരാൻ കഴിയുന്നു, എനിക്ക് നടക്കാൻ കഴിയുന്നു, എനിക്ക് ചലിക്കാൻ കഴിയുന്നു, ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനാണ് സർവസ്തുതിയും. ആ സ്തുതികൾ വേറെ ആരിലേക്കുമല്ല, അതിനാരും അർഹരുമല്ല. കാരണം എന്റെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും ലോകത്ത് റബ്ബല്ലാതെ ഒരാൾക്കും നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്റെ ശ്വാസോച്ഛ്വാസം സെക്കൻഡ് നേരത്തേക്ക് നിലച്ചു പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ലോകത്തുള്ള ആര് ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല. എന്റെ ശ്വാസത്തെ എന്റെ സൃഷ്ടാവ് തടച്ചു നിർത്തിയാൽ ലോകത്തുള്ള എല്ലാവരും ഒന്നിച്ചു ശ്രമിച്ചാലും കൊണ്ടുവന്നു തരാനും സാധ്യമല്ല. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് പറയുന്നത്, അവന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് പറയുന്നത്, അവന്റെ കഴിവുകളെ കുറിച്ച് പറയുന്നത്, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത്, ആ സൃഷ്ടാവിനെ നാം അറിഞ്ഞ് അവനെ മനസ്സിലാക്കി അവനോട് നന്ദി കാണിച്ച് അവനെ മാത്രം ആരാധിച്ച് അവന്റെ അടിമകളായി ലോകത്ത് ജീവിച്ച് വിജയിക്കുന്ന കക്ഷികളായ മരണാനന്തര ജീവിതത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ്.